ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 അത്രത്തോളം ദൈവസന്നിധിയിലെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടിൻ്റെ 1-2 സ്റ്റാൻസ് പാടിയേച്ച് ഞാൻ ദൈവവചന ശിഷ്യക്കായിട്ട് സമയമെടുക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധ ദൈവമേ, സുഖപിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഉച്ചയായ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ജനം അനേക വിധത്തിൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, വേദനിക്കുന്നവരുണ്ടല്ലോ. അനേക വിഷയങ്ങളുടെ മുഖത്ത് ഹല്ലേലൂയ നെടുവീർപ്പിടുന്ന എത്രയോ ജീവിതങ്ങളാണ് ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന് ഞങ്ങളുടെ സഹോദരന്മാർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഭാരമേറിയ വിഷയങ്ങൾ. ഹല്ലേലൂയ പലപ്പോഴും താങ്ങുവാൻ കഴിയാത്ത വലിയ ഭാരം ഞങ്ങളുടെ തോളിൽ വഹിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ആർക്കും സഹായിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ആർക്കും താങ്ങുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, നീ ഞങ്ങളുടെ നല്ല ചുമട് താങ്ങിയായി നിന്റെ ഭാരം എന്റെ മേലിട്ട് പോകാനാരോട് ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിനായി ഏത് സമയത്തും കൂടെയുള്ളതിനായി വിളിച്ചപേക്ഷിക്കാം. ഞാൻ നിനക്ക് ഉത്തരമരലാവുന്ന അരുളി ചെയ്തത്. കഷ്ടകാലത്ത് ഞാൻ എന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, ഞാൻ എന്നെ വിടുവിച്ച് നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞവൻ, അവൻ എന്നോട് കറ്റിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരമരളും. ഹല്ലേലൂയ. കഷ്ടകാലത്ത് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഏത് മനുഷ്യനും ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്നേഹിതരായിരുന്നാലും സ്വന്തക്കാരായിരുന്നാലും കൂട്ടുകുടുംബത്തിലുള്ളവരായ ഭാര്യ ഭർത്താവിന് പോലും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന് മുമ്പിൽ ഞങ്ങളെ സഹായിക്കാൻ ഏറ്റവും അടുത്ത് വരുന്ന ഒരു നല്ല സ്നേഹിതൻ, ഹല്ലേലൂയ, ഒരു നല്ല പിതാവ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് നല്ല ഭക്തന്മാർക്ക് കരുണ തോന്നുന്നു പറഞ്ഞ ദൈവമേ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. കൃപാസനത്തോട് അടുത്ത് വരുന്നു. ഏത് സമയത്തും കൃപ ലഭിക്കേണ്ടതിന് സഹായത്തിനുള്ള കൃപ ലഭിക്കാൻ തക്കവണ്ണം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വന്ന് ഞങ്ങളെ പിതാവേ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പദവിക്കായി ഹല്ലേലൂയ ഭാഗ്യത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് യോഗ്യത ഒന്നുമില്ല കർത്താവേ, അവിടുന്ന് നൽകി തന്നിട്ടുള്ളതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയൊന്നുമില്ല. ഹല്ലേലൂയ, നീ ഞങ്ങളെ ഹല്ലേലൂയ നീതീകരിച്ച അവിടുത്തെ ഹല്ലേലൂയ മഹാസ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. നിന്റെ നീതിയുടെ വസ്ത്രം, നിന്റെ നീതി ഞങ്ങളുടെ മേൽ ധരിപ്പിച്ച് ഞങ്ങളുടെ കളങ്കങ്ങളെ മാറ്റി ഞങ്ങളുടെ അകൃത്യങ്ങളെ പോക്കി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാഗൽഭ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ല കർത്താവേ. സകല നന്മകളുടെയും ഉറവിടം അവിടുന്ന് ആകയാൽ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സമാധാനത്തിൽ കാക്കണമേ, ധൈര്യപ്പെടുത്തണമേ, രോഗദുഃഖ എന്നെല്ലാം വിടുവിക്കണമേ, ക്ഷീണാവസ്ഥകളെ മാറ്റണമേ. ഭൗമികമായി ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുടെ മേൽ സ്വർഗം വഴികളെ അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിനായി ഇവർ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്ക് ഏൽപ്പിക്കുന്നു. എളിയവന്റെ വായിലെ വാക്കുകൾ, എളിയവന്റെ ഹൃദയത്തിലെ ധ്യാനം വലിയവനായ എന്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പ്രസാദകരമായി തീരുവാൻ ഒരു പ്രാവശ്യം കൂടെ സാക്ഷി ഏൽപ്പിച്ചിട്ട് കർത്താവേ, പരിശുദ്ധാത്മാവ് തന്നെ നാവിനെ നിയന്ത്രിക്കണം. ജഡമുയരല്ലേ. ഹല്ലേലൂയ. ഉയർത്തപ്പെടേണ്ട ഒരുവനുണ്ട്. എന്റെ യേശു ഉയർത്തപ്പെട്ടാൽ സകല മനുഷ്യരിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ എന്റെ യേശുവിന്റെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളിൽ എല്ലാവരിൽ കൂടെ കർത്താവിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾ അങ്ങേ കർപ്പിക്കട്ടെ. രാത്രി കടനാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ കർത്താവിന് നന്ദി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രിയും പകലും സമയ വ്യത്യാസമില്ലാതെ
നാം എല്ലാവരും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എയർലൈനിൽ കടന്നു വന്ന് ഓരോരുത്തരും അവരുടെ ഭാരങ്ങളെ വേദനകളെ ഒക്കെ അറിയിക്കുന്ന സാഹചര്യങ്ങൾ, ശബ്ദങ്ങൾ ഒക്കെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുത വിടുതൽ എല്ലാ കുടുംബങ്ങളിലും, ഏതെല്ലാം വിഷയങ്ങളായിരുന്നു, കുഞ്ഞുങ്ങളുടെ വിഷയമായിരുന്നാലും മാനസികമായ വിഷയമായിരുന്നാലും, തങ്ങളെ തന്നെ ക്ഷീണിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലുള്ള ചിലപ്പോൾ ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിലൊക്കെ കടന്നു വന്നാലും ഹല്ലേലൂയ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഈ പ്രയർ ലൈൻ നാം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അനേക സാക്ഷ്യങ്ങൾ, ദൈവവചനമൊക്കെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക കർത്താവിന്റെ ദാസന്മാർ ശക്തമേറിയ ആലോചന നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മെ ഹല്ലേലൂയ നാം ഭക്ഷിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ശത്രു മാനസികമായി നമ്മെ ക്ഷീണിപ്പിക്കാതെ ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നതിനാൽ ഇന്ന് പകൽക്കാലം വീണ്ടും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് ഒന്നുകൂടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാം. കാരണം നാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാം ഓർത്തൊന്നും വരികത്തില്ല. എനിക്കുമുണ്ട്, ഞാനും മറന്നുപോകും. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് ഒരു പക്ഷേ ഓർക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ വായിച്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് വായിച്ച വചനം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചേച്ച് അല്ലെങ്കിൽ പറഞ്ഞേച്ച് ബാക്കി കാര്യങ്ങൾ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 1 സമയം 16 7 വാക്യമാണ്. ഒരാൾക്ക് വായിക്കാം, വായിച്ചാൽ ലൈനിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യന് കണ്ണിന് കാണുന്ന പോലെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. ആവിഷ്കരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യഹോവയായ ദൈവം തന്നെ പറഞ്ഞൊരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ശമൂവേലിനെ നാം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണും എന്തിനാ ശമൂവേലിനെ ഇശായിയുടെ ഭവനത്തിലേക്ക് അയക്കുന്നു. ശമൂവേല് ചെയ്യാൻ തുടങ്ങിയ കാര്യത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യരുതെന്നുള്ള ഒരു ആലോചന പോലെയാണ് ഈ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഏലിയാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, മൂത്ത മകനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശമൂവേല് കൈലക്കൊമ്പെടുത്ത് അവനെ അഭിഷേകം ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്ത് ദൈവം അവനെ ശമൂവേലിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകനായിരുന്ന ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചു. ഹല്ലേലൂയ. ഇന്ന വിധത്തിലേ ചെയ്യാവൂ എന്ന് നേരത്തെ പറഞ്ഞു കൊടുത്ത, പക്ഷേ സാഹചര്യം വന്നപ്പോൾ അറിയാതെ നമ്മളെ പോലെ ശമൂവേലും ഒരു പക്ഷേ മറന്നുപോയി കാണും. ദൈവശബ്ദം കേട്ടപ്പോൾ അതങ്ങ് മറന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അഭിഷേകം ചെയ്ത്, കാരണം നേരത്തെയുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ മാനുഷികമായി പലപ്പോഴും നമുക്കും അങ്ങ് തോന്നും ഇന്ന വിധത്തിൽ ആളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, എന്നാ നമുക്ക് ആളിനെ അഭിഷേകം ചെയ്യാം, ഇവനായിരിക്കുമെന്ന് പറഞ്ഞൊക്കെ അഭിഷേകം ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാ യഹോവ പറഞ്ഞത്, യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അപ്പൊ ഞാൻ ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് ആണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ഒറ്റ വ്യക്തിയെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ആ ഒരൊറ്റ വ്യക്തിയെ കുറിച്ച് ആരെല്ലാം ഏതെല്ലാം നിലയിൽ കണ്ടു, സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം സ്വന്തം അപ്പൻ മുതൽ സഹോദരങ്ങള്, രാജാവ്, ശത്രു, ദാസന്മാര്, പട്ടണത്തിലെ സ്ത്രീകള് എല്ലാം പറഞ്ഞതിനെ കുറിച്ച് എല്ലാവരും ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പൊ മനുഷ്യൻ ഓരോ വ്യക്തിയും സാഹചര്യങ്ങൾ അനുസരിച്ച് സംസാരിക്കുകയും അവരവർക്ക് കണ്ണിന് കാണുന്നതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അതാ നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ
ദൈവം അങ്ങനെയല്ല നോക്കുന്നതെന്ന ദൈവം തന്നെ ശമൂവേലിനോട് പറയുന്നത്. ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അപ്പൊ നോക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും, ഞാനും നിങ്ങളും എല്ലാം ഇതുപോലെയാണ്. ശമൂവേൽ മാത്രമല്ല, നമ്മളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊരു വ്യക്തിയെ കണ്ടതിന് ശേഷം അവന്റെ ഹൃദയത്തിന്റെ നിലപാട് എന്തെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാം കണ്ണിന് കാണുന്നത് നോക്കുന്നു, അത് വിളിച്ചു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയട്ടെ. ഒരു കാര്യം ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ദാവീദിനെ കുറിച്ച് സംസാരിച്ചത് മുഖാന്തരം അത് തന്നെയുമല്ല, അങ്ങനെ തന്നെ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു കാര്യം ദൈവജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, we need to believe and understand that we are not what people say who we are. മനുഷ്യര് നമ്മൾ മനസ്സിലാക്കണം, വിശ്വസിക്കണം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മനുഷ്യര് നിങ്ങൾ ഇങ്ങനാണെന്ന് പറയുന്നതല്ല നാം എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാ? ബട്ട് വാട്ട് ഗാഡ് സേസ് ഹൂ വി ആർ. ഞാനും നിങ്ങളും ദൈവം ആരാണെന്ന് പറയുന്ന വ്യക്തികളാണ് നാം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. ലോകം പക്ഷേ ഒരു വിധത്തിൽ പല കാര്യങ്ങളും നമ്മെ നോക്കി പറഞ്ഞിരിക്കാം. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കാം, ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞിരിക്കാം, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കാം, നമ്മുടെ സ്നേഹിതർ പറഞ്ഞിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുമുള്ളവര്, പാസ്റ്റർമാര്, ദൈവമക്കള്, ഹല്ലേലൂയ, ടീച്ചേഴ്സ്, എല്ലാവരും ഒരു പക്ഷേ പലതും പറഞ്ഞിരിക്കാം. അവർ കണ്ണിന് കാണുന്നതുകൊണ്ടാ പറയുന്നത്. അതാണ് ഞാനും നിങ്ങളും എന്നും വിശ്വസിച്ച് കളയരുത്. ദൈവത്തിന് സ്തോത്രം. അതിൽ എനിക്ക് നല്ല പരിചയമുള്ള ഒരു സ്നേഹിതൻ, വീട്ടിലെ ഇളയ മകനാ, 7 പേരുണ്ട്. അവനെ അപ്പനും അമ്മനും മൂത്ത മക്കളെല്ലാവരും മിടുക്കന്മാരാ, എല്ലാവരും പഠിച്ചു. ഇളയവനാ അപ്പം തന്നെ പറഞ്ഞു, അമ്മയും പറഞ്ഞു, നിന്നെയും കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, പഠിക്കാനും കൊള്ളത്തില്ല, ജോലി ചെയ്യാനും കൊള്ളത്തില്ല, ഒരു ഗുണവും ഇല്ല. ഇത് ഇവന്റെ മനസ്സിൽ കടന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, പറയുന്ന വാക്കുകളൊക്കെ വളരെ ശക്തിയുള്ളതാ. വാക്കുകൾക്ക് ദൈവം സഹായിച്ചാൽ എന്തെങ്കിലും അത് പറയുവാൻ താല്പര്യം നമ്മുടെ വാക്കുകളെ കുറിച്ച്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം, ഇത് ദൈവത്തിന് പ്രസാദനമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞു അവന് പഠിച്ചാൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യ, പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, ഞാൻ കൊള്ളത്തില്ല, എനിക്ക് ബുദ്ധിയില്ല. പക്ഷെ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ദൈവവചനം വായിക്കാൻ തുടങ്ങി. നിങ്ങളിൽ ജ്ഞാനം കുറവായുള്ളവൻ കൽപ്പിക്കാതെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കാത്രേ വേണ്ടത്. അവന് വചനം വായിക്കാൻ തുടങ്ങിയ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന ഒരു പയ്യൻ. ദൈവത്തിന് സ്തോത്രം. വായിച്ചു മനസ്സിലാക്കി ദൈവവചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. ദൈവം ജ്ഞാനം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉന്നതമായ നിലയിൽ വിദ്യാഭ്യാസം ലഭിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന ഇന്നും ആ ഒരു ഒറ്റ വ്യക്തി മാത്രമേ ദൈവസന്നിധിയിൽ വന്നിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. മക്കളില്ലാതെ ചില വർഷങ്ങൾ കഴിഞ്ഞു. 11 വർഷം. ഹല്ലേലൂയ. അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞു? ഈ സഹോദരൻ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അന്യഭാഷ പറയും. നീ എന്തോടാ ചെറുപുറ എന്ന് പറയുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. നീ പെന്തക്കോസ്തിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് മക്കളില്ലല്ലോ, ഇതാ നീ പോയതിന്റെ പരിണിത ഫലമാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ദൈവത്തോട് ദൈവവചനം പഠിച്ച് മനസ്സിലാക്കി എല്ലാവിധത്തിലും ഭൗമിക ലോകപ്രകാരവും നല്ല എഡ്യൂക്കേഷനായി ദൈവവചനം ആഴമായി ചിന്തിച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി കൊടുത്ത് ദൈവം സത്യന്തമാണെന്ന് മനസ്സിലായി കർത്താവിന്റെ വേലക്കാരനായി ശുശ്രൂഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കഴിഞ്ഞ വർഷം പരിഹസിക്കപ്പെട്ടവരുടെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ ദൈവം ആ കുടുംബത്തിന് ഒരു തലമുറയെ നൽകി, ഒരു ആൺപൈതലിനെ നൽകി. അദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞതാ. കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ കണ്ണിനുള്ളത് കാണുന്നു, കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മളെക്കുറിച്ച് മനുഷ്യരെന്തെങ്കിലും പറയുന്നതിനെ കണ്ടുകൊണ്ട് അതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചു പോകരുത്. ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിട്ടുള്ളത് വേറെ വ്യക്തിത്വം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുണ്ട്, നമുക്ക് വേണ്ടി നന്മകളെ നൽകുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 16-ാം അധ്യായത്തില് നാം ആരംഭത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടെന്ന് വായിക്കാമോ? ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായി ഈശായുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? മതി. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഇശായിയുടെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് ഇംഗ്ലീഷിൽ അതിന് ഇച്ചിരിയുടെ ഡിഫറൻസാണ്. ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ അതിന്റെ അല്പമല്ല ചെറിയൊരു വ്യത്യാസം. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഇശായിയുടെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ നമുക്ക് തോന്നും ഇസ്രായേലിനെ ഭരിക്കുവാൻ ശൗലിന് പകരം ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന വേറൊരു രാജാവ്. അങ്ങനെ തന്നെയാ, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇവിടെ വായിക്കുന്നത്, യഹോവയായ ദൈവം പറയുന്നത്, ഐ ഹാവ് പ്രൊവൈഡഡ് മീ എ കിങ് എമംഗ് ഹിസ് സൺസ്. അവന്റെ മക്കളിൽ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു എന്ന മലയാളത്തിൽ. പക്ഷെ ദൈവം പറയുന്നത്, ഐ ഹാവ് പ്രൊവൈഡഡ് മീ എ കിങ് എമംഗ് ഹിസ് സൺസ്. അവന്റെ മക്കളിൽ ഒരുവനെ എനിക്ക് ഞാൻ രാജാവായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്ന്. ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം. അത് തമ്മിലുള്ള വ്യത്യാസം അല്ല, വേർഡിങ്ങിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം വിളിച്ചു പറയുക, ഐ ഹാവ് പ്രൊവൈഡഡ് എ കിങ്, മീ എ കിങ് എമംഗ് ഹിസ് സൺസ്. അവന്റെ മക്കളിൽ ഞാൻ എനിക്കൊരു മകനെ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുക്കിയിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനല്ല, ശമൂവേലിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് അതിനകത്ത്. ആർക്കും ഈ പറഞ്ഞ ആർക്കും, അപ്പന് മനസ്സിലായില്ല, സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല, രാജാവിന് മനസ്സിലാകാത്ത കാര്യമുണ്ട്. ലോകത്തിലുള്ള ഒരു മനുഷ്യനും മനസ്സിലാകാത്ത. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞത് മറ്റൊന്നുമല്ല, ദൈവം പറഞ്ഞു ഇസ്രായേലിനൊരു രാജാവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നല്ല. ഐ ഹാവ് പ്രൊവൈഡഡ് മീ എ കിങ് എമംഗ് ഹിസ് സൺസ്. ദൈവത്തിന് സ്തോത്രം. അതാ വിഷയമായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഇത് കാണാൻ കഴിയത്തില്ല. ദൈവം ഈ 1 കൊരിന്ത്യർ 2:9 ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് തിങ്സ് വിച്ച് ഗാഡ് ഹാഡ് പ്രിപ്പയർഡ് ഫോർ ദം ദാറ്റ് ലവ് ഹിം. ദൈവം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത കാര്യമാണ് ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന് മനസ്സിലായില്ല ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തത് എന്താണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ യാത്രയുടെ എല്ലാ രംഗങ്ങളും ദൈവവുമായി സ്വർഗവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരുവനുണ്ട്. അവനെ കണ്ടിട്ട് ദൈവം പറയുന്നു, ഐ ഹാവ് പ്രൊവൈഡഡ് മീ എ കിങ് എമംഗ് ഹിസ് സൺസ്. മാത്രമല്ല, അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. അവന് വേണ്ടി ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് കാണുവാൻ കഴിയുന്നില്ല. മനുഷ്യർ കാണുന്നതെല്ലാം ഇവനൊരു ഇളയ പയ്യനാണ്, ആടിനെ തീറ്റുവാൻ മാത്രമേ ഉള്ളൂ. സഹോദരൻ കാണുന്നത് നികളവും അഹങ്കാരവും ഒക്കെയാ കാണുന്നത്. രാജാവ് കണ്ടത്
നിനക്ക് കഴിവില്ലെന്നുള്ളതാ. കുഞ്ഞെ, നിന്നെ കൊണ്ട് കഴിയത്തില്ല, നീ യോദ്ധാവല്ല എന്ന് പറയുന്നവനാ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് കഴിയത്തില്ലെന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് സ്വർഗം കണ്ടിരിക്കുന്നത് മനുഷ്യന് കാണുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം കണ്ടിരിക്കുന്നത് എന്താണെന്ന് ഒരു പക്ഷെ എനിക്കും നിനക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ ഗോഡ് പ്രിപ്പയർഡ്. ദൈവത്തിന്റെ പൈതലെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയാത്തത് ദൈവം പ്രിപ്പയർ ചെയ്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പറയുന്നത് all things work together for good to them that love God. ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, ദാവീദേ, നിന്നെ വെറുതെ അല്ല തെരഞ്ഞെടുത്തത്. എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞ് കൊള്ളത്തില്ല, ബലമില്ല, കഴിവില്ലെന്ന് പറഞ്ഞെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ഈസായി പറഞ്ഞയച്ചത്, എവരിതിങ് വർക്ക്സ് ടുഗദർ, പറഞ്ഞയച്ചത് സാധനം കൊണ്ട് കൊടുക്കാൻ വിട്ടതാ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു. ഹല്ലേലൂയ. മാനുഷികമായി നോക്കുമ്പോൾ ചേട്ടന്മാർക്ക് അപ്പവും മലരുമൊക്കെ കൊണ്ടുപോകാൻ പോയവനാ. പക്ഷെ ദൈവം പ്രിപ്പയർ ചെയ്ത് വേറൊരു പരിപാടിക്ക് വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രിപ്പയർ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവജനത്തെ വെല്ലുവിളിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അത് മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി എന്താണെന്ന് മനുഷ്യർക്ക് ആർക്കും കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇവനെ പ്രിപ്പയർ ചെയ്ത് അയക്കുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. പ്രവാചകനും മനസ്സിലാകുന്നില്ല. സ്വന്തം സഹോദരങ്ങൾക്ക് രാജാവിനോ മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഹല്ലേലൂയ. കണ്ണുകം കാണും ചെവിയും ഒന്നും കേൾക്കാതെ മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും കാണാതിരിക്കുന്നത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെയും നിന്നെയും കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികള്, ദൈവത്തിന്റെ പൈതലെ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ലൈൻ മുഖാന്തരം വെറുതെയാണെന്നൊക്കെ ചിലർ പറഞ്ഞു തോന്നിയാലും, ഇത് വെറുതെ മെനക്കെട്ടാൻ തോന്നിയാലും, ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ വലിയ ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി എന്നെയും നിന്നെയും ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. പദ്ധതികൾ എന്താ, പ്ലാൻ എന്തെന്ന് നമുക്ക് ഒരു പക്ഷേ വെളിപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ സമയമാവുമ്പോൾ വെളിപ്പെട്ട് വരും ദൈവത്തിന്റെ പൈതലെ. അതുകൊണ്ട് തന്നെയാ നാം വായിക്കുന്നത് ഹിസ്കീയാവിന്റെ പുസ്തകത്തിൽ 55 അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യിശായിയുടെ ഭവനത്തിലേക്ക് അയച്ചിരിക്കുന്ന, ഹല്ലേലൂയ, എന്താ ഈ അവിടെ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ പൈതലെ, ഇവർക്കാർക്കും കാണാത്ത ഒരു ഇറ്റേണൽ പ്ലാനാണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തെല്ലാം ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ യിശായിയുടെ പുത്രനായ ദാവീദിനെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് അതിന്റെ പിന്നീടുള്ള പ്രവർത്തനത്തിന് ദൈവം തെരഞ്ഞെടുത്തത് എന്നെയും നിന്നെയും കൂടെ കണ്ടുകൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ 11:1 മുതൽ ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ഈസായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂട പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അതൊക്കെ വായിക്കണോ? അടുത്ത വാക്യം കൂടെ വായിച്ചാൽ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും. മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? യിശായിയുടെ കുറ്റിയിൽ നിന്ന്, യിശായിയുടെ ഭവനത്തിലേക്ക് അയച്ചതാ. യിശായിയുടെ സന്തതിയിൽ നിന്ന് ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തിനാ? ഹല്ലേലൂയ. അവന്റെ വേരിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. യഹോവയുടെ ആത്മാവും അവന്റെ മേൽ ആവസിക്കുന്നു, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ഹല്ലേലൂയ. ആലോചനയുടെയും
ആ ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും ദൈവഭക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ. ആരെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യത്തില്ല, കേൾക്കുന്നത് പോലെ വിധിക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശമൂവേലിനോട് പറഞ്ഞിരിക്കും, ശമൂവേലേ, ഞാൻ പുറമേ കാണുന്നതൊന്നുമല്ല, കേൾക്കുന്നതൊന്നുമല്ല. മനസ്സിലായോ? ഞാൻ മനുഷ്യർ പറയുന്നത് പോലെ കേൾക്കുന്നതോ കാണുന്നത് പോലെ വിധിക്കാത്ത ഒരുവനുണ്ട്. ഗായിയുടെ ഭവനത്തിൽ ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു. അവന്റെ പേരിൽ നിന്നൊരു മുള, ഒരു കൊമ്പ് ഫലം കായ്ക്കും. ദൈവത്തിന്റെ പൈതലെ, ഇത് മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്, I have found David the son of Jesse, a man after my own heart, which shall fulfill all my will. ദാവീദ്, ഇശായിയുടെ മകനായ ദാവീദ്, എനിക്ക് ആ ഹൃദയപ്രകാരമുള്ള ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു. എന്തുവാ? അവൻ എന്റെ ഹിതമെല്ലാം നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം ഇശായിയുടെ ഭവനത്തിൽ ദാവീദിനെ ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കുറ്റിയിൽ നിന്ന്, അവന്റെ വേരിൽ നിന്നൊരു മുളകായി. ഈ ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ളവനാ. എന്താ ഹൃദയപ്രകാരം? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതെന്ന് എന്താ പറയുന്നത്? അയ്യാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവം പറയുന്നത് അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ വചനം കേട്ട്, ദൈവത്തിന്റെ ആലോചന കേട്ട്, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി, ദൈവം പറയുന്നത് ഇന്നതാണെന്ന് പറഞ്ഞത് അത് അതുപോലെ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഹി വിൽ ഫുൾഫിൽ മൈ വിൽ. അവന്റെ ഹിതമെല്ലാം നിറവേറ്റും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവനെയാ ദൈവം ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ലോകം എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണോ? ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നവനെയാ ദൈവം പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എന്റെ ഹൃദയപ്രകാരമുള്ള മകന്, മകള്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നവൻ, ദൈവത്തിന്റെ ഹിതം അതെങ്ങനാ? ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന്റെ മനസ്സറിഞ്ഞവൻ ആരാ? അവന് മന്ത്രിയായിരുന്നവൻ ആരാ? ദൈവത്തിന്റെ മനസ്സറിഞ്ഞ ആരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ ആരുണ്ട്? ഒരു മനുഷ്യനും അറിയത്തില്ല. പക്ഷെ എങ്ങനെയാ അറിയുന്നത്? അവൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ. തന്റെ ദാസന്മാരിൽ കൂടെ, വചനത്തിൽ കൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്റെ ഹൃദയം, ദൈവത്തിന്റെ ഹൃദയം. ആർക്കും അറിയുവാൻ കഴിയത്തില്ല. മനസ്സറിഞ്ഞവൻ ആരാ? ഒരു മനുഷ്യനുമില്ല. പക്ഷെ ഇത് അറിയുന്നവരുണ്ട്. ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുത്തി കൊടുക്കുന്നവൻ, വെളിപ്പെടുത്തി കൊടുത്തവർ. ഹല്ലേലൂയ. അത് ദൈവദാസന്മാരിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ ദൈവം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് അല്ലാതെ ഒരു മനുഷ്യനും. ഹല്ലേലൂയ. ദൈവത്തിന് എന്തുവാ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12:23 വായിച്ചാട്ട്. 13:22 വായിച്ചാലും കുഴപ്പമില്ല. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയ 12:23 അവൻ ദൈവത്തിന് മഹത്വം അല്ലല്ല ആന്റി, 13 അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ ഹിതമെല്ലാം നിറവേറ്റുമെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിനൊരു സേവ്യറെ, യേശു എന്നവർ. യുടെ ഭവനത്തിലേക്ക് വെറുതെ അയച്ചതല്ല കേട്ടോ. ശമൂവേലിന് മനസ്സിലായില്ല, രാജാവിന് മനസ്സിലായില്ല, ഒരൊറ്റ മനുഷ്യനും മനസ്സിലായില്ല, ഗോലിയാത്തിന് മനസ്സിലായില്ല ആരാണെന്നുള്ളത്. ഹല്ലേലൂയ. ഇശായുടെ കുറ്റിയിൽ നിന്ന്, ഇശാവിന്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിക്കും. ദൈവം വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിന്റെ രക്ഷിതാവായി യേശു എന്ന ഒരുവനെ. ഹല്ലേലൂയ.
ദൈവത്തിന്റെ പൈതലെ, മനുഷ്യൻ കാണുന്നത് വേറെ, ദൈവം കാണുന്നത് വേറെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ നാം മനസ്സിലാക്കുന്ന കാര്യം, വെറുതെ ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേലിനെ അയച്ചതല്ല. യഹോവയായ ദൈവം പറഞ്ഞു, ഞാനൊരു രാജാവിനെ ഇശായിയുടെ മക്കളിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ എന്റെ ഹിതമെല്ലാം നിർവഹിക്കും, നിവർത്തിക്കും. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ളവൻ, അവന്റെ പേരിൽ നിന്ന് ഉത്ഭവിച്ചവൻ. ഹല്ലേലൂയ. ഇസ്രായേലിന് രക്ഷിതാവായി ദൈവം വാഗ്ദത്തം ചെയ്തവനെ പുറപ്പെടുവിക്കുവാൻ ആരും കാണാതെ ഇരുന്നപ്പോൾ, മനസ്സിലാകാതെ ഇരുന്നപ്പോൾ, ഒരു കൊച്ചു പയ്യനായി കണ്ടെങ്കിൽ അവന്റെ സന്തതിയിൽ നിന്ന് ലോകരക്ഷിതാവായി യേശുവിനെ വെളിപ്പെടുത്തുവാൻ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച്. പിടിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അല്ല, 1:5 ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോട് പറയുന്ന ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തതാ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകരക്ഷിതാവായി ഒരുവനെ പുറപ്പെടുവിക്കുവാൻ സ്വർഗം, ഹല്ലേലൂയ, വെളിപ്പെടുത്തിയതാണ്. വെറുതെ മനുഷ്യരെല്ലാം പറഞ്ഞു, ദാവീദേ നീ അങ്ങനത്തെ, പക്ഷെ പറഞ്ഞു, ഞാൻ ഈസായുടെ കുടുംബത്തിൽ എനിക്കൊരു രാജാവിനെ കണ്ടിരിക്കുന്നു, എല്ലാം നിറവേറ്റുന്നവനാണ്. ലോകത്തിലേക്കും ഹല്ലേലൂയ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, ഹല്ലേലൂയ, രൂപമെടുത്തവൻ, ഹല്ലേലൂയ, ദാവീദിന്റെ സന്തതിയായി പുറപ്പെട്ടവൻ. ആർക്കു വേണ്ടിയാ? ഇസ്രായേലിന്റെ രക്ഷിതാവായി യേശു എന്ന് മാത്രമല്ല, ലോകരക്ഷിതാവായി വെളിപ്പെടുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി ദാവീദിന്റെ, ഹല്ലേലൂയ, സന്തതിയിൽ നിന്ന്. ഹല്ലേലൂയ. മത്തായി 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുക. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ ഓർത്ത് ദാവീദ് ഒരു പയ്യനെ തെരഞ്ഞെടുക്കുന്ന ലോകം മുഴുവനും കണ്ടെന്ന് തോന്നി. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്ത പദ്ധതികളാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്ന, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ലോകം പലതും പറയും. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഹല്ലേലൂയ. കണ്ണുപോട്ടനാ, അവനെങ്ങനെ മനസ്സിലായി? ഒരു വലിയ പുരുഷാരം കടന്നു പോകുന്നു. ഇതാരാ? എന്തുവാ? യേശു കടന്നു പോകുന്നു. അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഇവന് എവിടെ നിന്ന് മനസ്സിലായി? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം. ലോക ജനിച്ച പിന്നെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. കണ്ണു കാണുവാൻ കഴിയാത്തവൻ, അന്ധരായ ഒരു മനുഷ്യൻ, എന്റെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവൃത്തിയും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതല്, ഹല്ലേലൂയ, ഈശായുടെ ഭവനത്തിലേക്ക് വെറുതെ ശമൂവേലിൽ നിന്നൊന്നും മനസ്സിലായില്ല. പഴയ നമ്മ വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും മനസ്സിലാകാത്ത കാര്യം ദൈവജനമാകുന്ന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കനാന്യ സ്ത്രീയും അതുപോലെ തന്നെയാ പറഞ്ഞത്, എന്നോട് കരുണയുണ്ടാകണമേ ദാവീദ് പുത്ര. എന്നവിടെ സുരാത്മാവ് പിടിച്ച മകളുടെ വിഷയത്തെ കൊണ്ടുവന്ന് അവളെ വിളിച്ച് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. എന്നോട് കരുണ തോന്നണമേ ദാവീദ് പുത്ര എന്ന് നിലവിളിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജഡപ്രകാരം ജനിച്ച് മരിച്ചുയർത്തേറ്റ യേശു, അതാണ് എന്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാന് സമയമില്ലാത്തത് പെട്ടെന്ന് ഞാൻ അങ്ങ് അവിടെ അവസാനിപ്പിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പം ദാവീദിനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് കണ്ടതും ദൈവം കണ്ടതിനെ കുറിച്ചാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ രോഗരക്ഷിതാവായി ഇറങ്ങി വന്നവൻ, ഹല്ലേലൂയ, വേഷത്തിൽ മനുഷ്യനായി തീർന്നവൻ, ദാവീദിന്റെ സന്തതിയായി അയക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഇശായിയുടെ ഭവനത്തിൽ ഞാൻ എനിക്കൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയാത്തവനുമായവൻ, സകല മഹത്വവും ധനവും പുകഴ്ചയും അവന്. ദൈവത്തിന് സ്തോത്രം. അവൻ മനുഷ്യനായി ഇറങ്ങി, ദാവീദിന്റെ സന്തതിയായി ഇറങ്ങി വന്നു. ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനും. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ദൈവത്തിന്റെ വൈതലെ ദൈവം നമുക്ക് ദൈവം വെളിപ്പെടുത്തി കാണിക്കാത്തിടത്തോളം കാലം ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവം വെളിപ്പെടുത്തി തന്റെ ദാസന്മാർക്ക് തന്റെ ഹൃദയം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന്, ഈ ദാവീദിന്റെ സന്തതി ആരാണെന്ന്, യേശു ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ലോകരക്ഷിതാവായി വന്നവൻ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ പത്മോസിൽ കിടന്നപ്പോൾ അവന് വെളിപ്പെടുത്തി കൊടുത്തു അവൻ ആരാണെന്ന്. ദൈവത്തിന് സ്തോത്രം. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിനങ്ങളിൽ, അടുത്ത നാളുകളിൽ സംഭവിക്കാനുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് വെളിപ്പെടുത്തി ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകനായി പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ദൈവം തന്റെ ഹൃദയം വെളിപ്പെടുത്തി കൊടുത്തു. താൻ ചെയ്യുവാൻ പോകുന്ന സകല സംഭവങ്ങളെ കുറിച്ച് ഒന്നൊന്നായി മാനുഷികമായി ഗ്രഹിപ്പാൻ കഴിയാത്ത അനേക സംഭവങ്ങളുടെ ഒരു നിര മറുപടിയായി ഓരോന്ന് വെളിപ്പെടുത്തി ദൈവം തന്റെ ഹൃദയം താൻ ചെയ്യുവാൻ പോകുന്നത് തന്റെ ദാസന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഹൃദയം അറിയാവുന്ന നമുക്ക് ആർക്കും അറിയത്തില്ല. തന്നെ മനസ്സറിഞ്ഞവൻ ആരുമില്ല. അറിയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ തന്നെ വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമേ അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് തന്റെ ദാസന്മാർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം മറച്ചു വെച്ച് ഒന്നും ചെയ്യത്തില്ല. അതിൽ തന്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം, യേശുവിനെ കുറിച്ച് ദാവീദിന്റെ സന്തതിയായി പറഞ്ഞവൻ യേശു ലോകരക്ഷിതാവായി ഹല്ലേലൂയ വെളിപ്പെട്ടവനാണ്. പക്ഷേ ചുരുക്ക കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങളോട് പറയാം. യേശുവിനെ കുറിച്ച് ജനം പറഞ്ഞത് അപ്പൊ നോക്കിക്കോണം. ദാവീദ് തുടങ്ങിയതാ. ദാവീദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതം മനുഷ്യർ പറയുന്നത് പോലെയല്ല. അതാണ് നമ്മൾ വായിച്ചത്. അപ്പം ദൈവം എങ്ങനെയാ തീരുമാനിച്ചത്? അവനിൽ കൂടെ ഉത്ഭവിപ്പാനുള്ള ലോകരക്ഷിതാവായ നസറേനായ യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനെ കുറിച്ച് മനുഷ്യർ പറഞ്ഞേക്കുക ഇതെല്ലാം മനുഷ്യര്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, മനുഷ്യർ കണ്ണിന് കാണുന്നതും പുറമേ ഉള്ളത് നോക്കിയാണ് പിന്നെയും മനുഷ്യൻ പറയുന്നത്. യേശുവിനെ കുറിച്ച് മനുഷ്യരെന്താ പറഞ്ഞത്? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. അത് തന്നെ, അത് ശരിയാണ്ടി. ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനുഷ്യർ പറഞ്ഞ എന്താണെന്ന് നമുക്ക് പറയാം. ഞാനൊന്ന് പറഞ്ഞേച്ച് അത് ആയിട്ടുള്ള മനുഷ്യന്റെ ചിന്താഗതിയും മനസ്സും അതാ മനസ്സിലാക്കാൻ ഞാൻ പറയുന്ന കാര്യം. യേശു ആരാണെന്ന ലോകം കണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞു, നമുക്കറിയാം, അവനെ കണ്ടിട്ട് പറഞ്ഞു ഇവൻ അച്ഛന്റെ മകനല്ലേ. അച്ഛന്റെ മകനാണ്. ഇവൻ
യാക്കോബ്, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരന്, ആ അച്ഛന്റെ മകന്, മറിയയുടെ മകന്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഒന്ന് പറയാം. അപ്പം ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഇവനെ കണ്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ ചിലർ മനുഷ്യർ പറഞ്ഞത്, അവർ കാണുന്നത് ഇവൻ അച്ഛന്റെ മകനാണ്. അവന്റെ അമ്മ മറിയ അല്ലയോ, അവന്റെ സഹോദരന്മാർ യാക്കോബും യോസയും യൂദായും ശിമോനും ഒക്കെ അല്ലയോ. അവർക്ക് അത്രയും മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ലോകം കണ്ടത് ദൈവം ലോകരക്ഷിതാവായി ഒരുവനെ ഈ ലോകത്തിലേക്ക് ദാവീദിന്റെ സന്തതിയായി അയച്ചെങ്കിൽ എന്റെയും നിന്റെയും രക്ഷയ്ക്ക് വേണ്ടി പാപം മാറ്റി പാപം നീക്കി ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ ഒരുവനെ അയച്ചതാണ്. അവനെ നോക്കിയിട്ട് പറയാണ്, ലോകം പറയാണ് ഒരു മനുഷ്യന് കാണുന്നത് മാത്രമേ കണ്ണിന് കാണുന്നതേ പറയത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പറയാൻ വേണ്ടി വന്നതാ. നീ ഇവനെ കണ്ടിട്ട് പറഞ്ഞു, ലോകരക്ഷിതാവായി വന്നവനെ കണ്ടിട്ട് പറയുകയാണ്, ഇവൻ തച്ചന്റെ മകനാ, ഇവൻ മറിയയുടെ മകനാ, ഇവന്റെ സഹോദരങ്ങളെ യാക്കോബ്, യോസേ, യൂദ. പക്ഷേ ലോകം പറഞ്ഞത് നോക്കണേ. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിയെ മറിയയുടെ മകനായിട്ട് ആ ലോകം പറഞ്ഞപ്പോൾ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ലോകം പറഞ്ഞു കാർപ്പന്റേഴ്സ് സൺ, മേരിയുടെ മകൻ, യാക്കോബിന്റെ യോസയുടെ ഒക്കെ സഹോദരൻ എന്ന് പറഞ്ഞു. പക്ഷെ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഇവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകം പറയുന്നത് ഇതാ. ഹല്ലേലൂയ. യാഥാർത്ഥ്യം എന്തോ ഉണ്ട്. ഇവിടെ കിടക്കുന്നു, മനുഷ്യന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല, കണ്ണിന് കാണുന്നത് നോക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൂതൻ വിളിച്ചു പറയുകയാണ്, ഇവൻ ദൈവപുത്രൻ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പറയുന്നുണ്ട് ഇവന് ഭ്രാന്തുണ്ടെന്ന്. ഇവൻ ഭൂതങ്ങള്, ഇവന്റെ മേലൊരു ദുഷ്ടാത്മാവുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കും. കണ്ടില്ലേ. അപ്പൊ മനുഷ്യൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. അതാ ഞാൻ പറയാൻ വന്നത്. ഇവർക്ക് മനസ്സിലായില്ല ഈ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവനായവൻ എന്ന്. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന് കാണുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ ഭൂതമുണ്ടെന്ന് പറഞ്ഞു. നാം യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചല്ലോ. ഹല്ലേലൂയ. ഇവന്റെ ആ ദുരാത്മാവുണ്ട്, ഒരു അൺക്ലീൻ സ്പിരിറ്റ് ഉണ്ടെന്ന് ലോകം വിളിച്ചു പറഞ്ഞു. പക്ഷേ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് ഇവന്റെ മേൽ ആവസിക്കും. The spirit of the Lord, hallelujah, shall rest upon him. ലോകം പറഞ്ഞു ഇവന്റെ മേൽ ദുരാത്മാവുണ്ടെന്ന്. സ്വർഗം വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ കൂടെ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഇവന്റെ മേൽ. ദൈവത്തിന് സ്തോത്രം. പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ചതിയനാണെന്ന്. ലോകം പറഞ്ഞു ഇവൻ ചതിയനാണെന്ന് പറഞ്ഞു. പാത്രത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അല്ലല്ല ആന്റി, ഇവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ ചതിയനാന്ന് പറഞ്ഞപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യം പ്രാപിച്ച കുരുടനോട് പരീശന്മാരെല്ലാവരും ചോദിച്ചു, എങ്ങനെ ആരാ എന്ന് ചോദിച്ചു. എനിക്ക് ആരാണെന്നും അറിയത്തില്ല, ഒരുവൻ എന്റെ കണ്ണിന്മേൽ ചേറുണ്ടാക്കി പൂശി ഞാൻ സൗഖ്യം പ്രാപിച്ചു. അവനൊരു പ്രവാചകനാണെന്നാ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അവര് പറഞ്ഞല്ലല്ല, അവനൊരു പാപിയാണെന്ന്. We know this man is a sinner. ലോകം പറഞ്ഞവനൊരു പാപിയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്കാർക്ക് പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തുവാൻ കഴിയും. ലോകം പറയുന്നത്
പല വിധത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ, ഇവന് ഭൂതമുണ്ടെന്നും ദുരാത്മാവുണ്ടെന്നും ഇവൻ ചൗര്യനാണെന്നും ഇവൻ പാപിയാണെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, പാപത്തെ കുറിച്ച് ആർക്കെനിക്ക് എന്നെ ബോധം വരുത്തുവാൻ കഴിയും. അവനെ കുറിച്ച് പറയുന്നത്, പൗലോസ് പറയുന്നത്, പാപമില്ലാത്തവൻ. പത്രോസും പറയുന്നുണ്ട്, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഗദരദേശത്തെ ഭൂതഗ്രസം പറഞ്ഞു, നീ ദൈവപുത്രനായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹേരോദാവ് പറഞ്ഞു, ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ തല ഛേദിച്ച യോഹന്നാൻ എഴുന്നേറ്റ് വന്നതാണ്. ലോകം പറയുന്നത്, ദൈവത്തിന്റെ പൈതലെ, ലോകത്തിന് ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഞാനും നിങ്ങളും ലോകവും മുഴുവനും കണ്ണിന് കാണുന്നത് പറയുന്നു. ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞു, ഹെരോദാവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ എഴുന്നേറ്റ് വന്നതാണെന്ന്. മുമ്പേ ആന്റി വായിച്ചത് തന്നെ. കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാ പറയുന്നത്? അതാണ് മുമ്പേ വായിച്ചത്. ചിലർ പറഞ്ഞു ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ചിലർ പറഞ്ഞു ഏലിയാവാണെന്ന്, ചിലർ പറഞ്ഞു യെരമ്യാവാണെന്ന്, മറ്റൊരു പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുക്കനാണ്. എന്നാ നിങ്ങളെന്തോ പറയുന്നു? ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഹല്ലേലൂയ, അതും അവന് എവിടുന്ന് കിട്ടിയതാ? നിശ്ചയമായി അറിയാൻ പാടില്ല. ഇത് ദൈവം, എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തണ്ട. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ദൈവം വെളിപ്പെടുത്താതെ നമുക്കൊന്നും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ ഹൃദയത്തെ. ഹല്ലേലൂയ. നമ്മളെല്ലാം പല കാര്യങ്ങളും പലതും പറയുന്നതെല്ലാം മാനസികമായ നിലയിലാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. പത്രോസേ, നിന്റെ സ്വയമായിട്ടൊന്നും പറഞ്ഞല്ല, ജഡരക്തങ്ങളൊന്നും അല്ല ഇത് വെളിപ്പെടുത്തി. അത് സ്വാഭാവികമായിട്ട് നിന്റെ മാനുഷികമായ നിലയിൽ നോക്കിയാൽ നിന്നെ കൊണ്ട് ഇത് പറയുവാൻ കഴിയത്തില്ല. പിന്നെങ്ങനാ നീ പറഞ്ഞത്? ഹല്ലേലൂയ, എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി, സ്വർഗസ്വനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നീ പറഞ്ഞത് കേട്ടോ. മനുഷ്യൻ വിളിച്ചു പറയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഹല്ലേലൂയ, ഒരുവൻ നടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവനെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഇവനെന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുരൂപമറിയിൽ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ വെളിച്ചമുള്ളൊരു മേഘം മൂടി. ഹല്ലേലൂയ. ശിഷ്യന്മാര് നോക്കിയപ്പോൾ ഹല്ലേലൂയ, ഒരു വെളിച്ചം മിന്നുന്നത് പോലെ, ഭയങ്കര പ്രകാശം, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുകയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ലോകം പലതും പറയും. എന്നാൽ ദൈവം എന്തു പറയുന്നു? അതാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യം. ലോകം നമ്മെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് എന്തെല്ലാം അപമാനമോ പറയാവുന്നതൊക്കെ പറഞ്ഞാലും സ്വർഗത്തിനെക്കുറിച്ചും നിന്നെക്കുറിച്ചും പറയുന്നത് ലോകം പറയുന്നതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന് ഹല്ലേലൂയ, അവന്റെ പുറമെല്ലാം ഹല്ലേലൂയ, ദൈവത്തിന്റെ കുഞ്ഞാടായി വന്നവൻ, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി കടന്നു വന്നവൻ, മാനവജാതിയുടെ രക്ഷയ്ക്കായി കടന്നു വന്നവൻ. ലോകം പലതും പറഞ്ഞെങ്കിലും സ്വർഗം വിളിച്ചു പറഞ്ഞവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർക്കപ്പെട്ടവനായി
ഹല്ലേലൂയ. പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്ത് ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, അടിയേറ്റവനായി തുപ്പലേറ്റവനായി മുഖമെല്ലാം, ഹല്ലേലൂയ, മുഖത്തെ രോമമെല്ലാം പറിച്ചെടുത്ത്, അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എന്റെ മുഖവും മറച്ചതുമില്ല, ഹല്ലേലൂയ, കാണിച്ചു കൊടുത്തു. തുപ്പലിനും നിന്നയ്ക്കും ഞാൻ എന്റെ മുഖം മറച്ചതുമില്ല. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാക്കപ്പെട്ടവനായി, അടികൊണ്ടവനായി, രക്തമൊഴുക്കപ്പെട്ടവനായി, ആര് നോക്കിയാലും അത്ഭുതം കൂറത്തക്കവണ്ണം സ്തംഭിച്ചു നിൽക്കത്തവണ്ണം അവൻ വിരൂപനാക്കപ്പെട്ടവനായി, അടികൊണ്ട് രക്തമൊഴുക്കപ്പെട്ടവനായി, അടിയേറ്റ യെരൂശലേമിന്റെ തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ വീണും എഴുന്നേറ്റും എഴുന്നേൽക്കുവാൻ ബലമില്ലാത്തവനായി, കാര്യം ചെയ്യുവാൻ, ഹല്ലേലൂയ, പാപത്തിന്റെ ഭാരം ചുമന്നു കൊണ്ടുപോകുവാൻ ബലമില്ലാത്തവനായി, ബലം ക്ഷീണിച്ചവനായി, അപ്പോഴും അടിയേറ്റവനായി, അടികൊണ്ട്, ഹല്ലേലൂയ, കാൽവരിയിലേക്ക് നടന്നു കയറുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്തമൊഴുക്കപ്പെട്ടവനായി കയറിപ്പോകുന്ന ഒരുവൻ കാൽവരിയിൽ, ഹല്ലേലൂയ, കുന്നിന്മേൽ വിരിച്ചു കിടത്തി, ക്രൂശിന്മേൽ വിരിച്ചു കിടത്തി, ആണി അടിച്ച്, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, ആ പാറയിൽ കുഴിച്ച കുഴിയിൽ ക്രൂശ് ഉറപ്പിച്ചപ്പോൾ അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ആരും സഹായത്തിനില്ലാതെ, ഹല്ലേലൂയ, ദാവീദിന്റെ സന്തതിയായി മാനവജാതിയുടെ രക്ഷയ്ക്കായി കടന്നു വന്നവൻ, ഹല്ലേലൂയ, അവൻ വിളിച്ചു, ആരും സഹായിക്കാനില്ല. അവൻ നിലവിളിച്ചു, നിലവിളി ശബ്ദം കേൾക്കുവാൻ ആരുമില്ല. സ്വന്തം പുത്രൻ അപ്പന്റെ സ്വന്തം പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, എന്റെ ദൈവമേ, ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഹല്ലേലൂയ, നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞു. 6 മണി നേരം 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടായി. അവൻ നിലവിളിച്ചു പ്രാണനെ പിതാവിങ്കൽ നിവർത്തിയായെന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതലെ, അവൻ അന്ത്യശ്വാസം വലിച്ചപ്പോൾ എന്നെയും നിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെയും നിന്റെയും രക്ഷയ്ക്ക് വേണ്ടി, മാനവജാതിയുടെ സന്തതിയായി പുറത്തു അയച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആലയത്തിലെ തിരശീല മുകൾ മുതൽ പിളർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഭൂമി കുലുങ്ങി, സൂര്യൻ തന്റെ കണ്ണടച്ചു കളഞ്ഞു, ഇരുട്ടായിപ്പോയി. ലോകരക്ഷിതാവ് നിലവിളിക്കുമ്പോൾ നിൽക്കുവാൻ കഴിഞ്ഞില്ല, തകർക്കപ്പെട്ടു. പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, സൂര്യൻ കണ്ണടച്ചു കളഞ്ഞു, ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി. ഹല്ലേലൂയ, അല്ലറകൾ തുറക്കപ്പെട്ടു. ദൈവത്തിന്റെ ദാവീദിന്റെ സന്തതിയായി എനിക്കൊരു രാജാവിനെ കണ്ടി. ഹല്ലേലൂയ, ഒരുവൻ വന്നത് അവന്റെ സന്തതിയിൽ കൂടെ ലോകരക്ഷിതാവായി, അവൻ രാജാവായി കർത്താവായി വിളിച്ചിടുവാൻ പോവുകയാണ്. ദൈവത്തിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധ കാലം നമ്മെ അവന് ഉയർത്തുന്ന നാൾ ഉയർത്തെഴുന്നേറ്റു. വാഗ്ദത്തം ചെയ്ത ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിലും വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്കൊരു വാഗ്ദത്തം ചെയ്ത് തന്നിട്ടുണ്ട്. താമസമിന അവൻ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ദൈവോത്തരൻ. ഹല്ലേലൂയ, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും,
ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ ദിവസങ്ങൾ ഏറ്റവും അടുത്തിരിക്കാൻ ദൈവത്തിന്റെ പൈതല് നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ട ദൈവത്തിന്റെ മുഖത്തെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരുവനുണ്ട്. മനുഷ്യരെന്തെല്ലാം പറഞ്ഞാലും അതിന് നാം വില കൽപ്പിക്കരുത്. അതല്ല നമ്മള് ദൈവം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറയുന്നത് എന്താണ്? അതാണ് വാസ്തവത്തിൽ നാം ആയിരിക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് അടുത്തു വരാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നമ്മെ സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കുഞ്ഞാടിന്റെ രക്തം സകല ഭാവം പൊക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ശുദ്ധീകരിക്കപ്പെട്ടവരായി കൃപാസനത്തോട് വീണ്ടും ധൈര്യത്തോടെ കടന്നു വന്ന് കർത്താവിനെ അന്വേഷിക്കാം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നമുക്ക് ഉത്തരവരളും. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ശക്തീകരിക്കും. കർത്താവിലാശ്രയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം സംസാരിച്ച് തീരാറായിട്ട് ഈ പാട്ട് എന്റെ വയലോട്ട് വന്നു. ഇവിടെ നോക്കിക്കൊണ്ടിരുമ്പോ കണ്ടുപിടിച്ച അവസാനം ഞാൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സിസ്റ്റർ ബിനി ലൈനിലില്ലയോ? ഉണ്ട് പാസ്റ്റർ, ഉണ്ട്. ഓക്കെ സിസ്റ്റർ, വേറെ കർത്താവിനാഥം പ്രസംഗിച്ച എല്ലാം സമറൈസ് ചെയ്ത് പറഞ്ഞു നോക്കി കുക്കുവന്ന. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ ദൈവം തന്റെ ശിഷ്യന്മാരിലൂടെ വചനം നമ്മളെ കേൾപ്പിച്ചതിനായി കർത്താവെ അങ്ങേ ഞാൻ സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. 1 ശമൂവേലിന്റെ പുസ്തകത്തിലൂടെ 16-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ നമ്മളോട് പറഞ്ഞു, യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തട്ടിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അതെ, നമ്മുടെ എല്ലാ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവം. നമ്മൾ മനുഷ്യൻ നമ്മുടെ കർത്താവേ സ്തോത്രം. ഓരോരുത്തരെയും കർത്താവെ എന്നിയുടെ മുമ്പിൽ താഴ്ത്തുന്ന ദൈവമേ സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ ശമൂവേലിനോട് കർത്താവെ ആ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ കർത്താവെ ആട്ടിടയനായി നടന്ന ആ ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവമേ സ്തോത്രം. കർത്താവെ ഉള്ളവരെയൊക്കെ തള്ളിയിട്ട് കർത്താവെ സ്തോത്രം ആടിനെ ജയിച്ചു നടന്ന ആ ദാവീദിനെ കർത്താവെ അങ്ങ് രാജാവായി അഭിഷേകം ചെയ്തു. കർത്താവെ ഞങ്ങളുടെ കഴിവില്ലായ്മയാണല്ലോ കർത്താവെ നീ ഞങ്ങൾക്ക് കണ്ടത്. കർത്താവെ കഴിവില്ലാത്ത ഞങ്ങളെ കഴിവുള്ളവരാക്കി മാറ്റുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. ദൈവമേ സ്തോത്രം അപ്പാ. ദൈവമേ 1 കൊരിന്ത്യൻ 2:9 പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കർത്താവെ സ്തോത്രം അപ്പാ സ്തോത്രം. കർത്താവെ ഇതിനൊന്നും ഞങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല. കർത്താവെ സ്തോത്രം അപ്പാ. ഒരു യോഗ്യതയില്ലായിരുന്ന മക്കളെ കർത്താവെ നിന്റെ മക്കളാക്കി അവകാശികളാക്കി തീർത്ത് കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ കർത്താവെ. കർത്താവെ ലോകം കർത്താവെ അങ്ങേ പല പേരിട്ട് വിളിച്ചു. കർത്താവെ കർത്താവെ സ്തോത്രം. കർത്താവെ എന്റെ പൊന്നേശപ്പെട്ട അങ്ങേ കർത്താവെ ശാന്തനായിട്ട് പറഞ്ഞു. കർത്താവെ സ്തോത്രം. എന്ന് പറഞ്ഞു, ചതിയനാണ്, പാപിയാണെന്ന് പറഞ്ഞു കർത്താവെ വിധിച്ചപ്പോഴൊക്കെ കർത്താവെ സ്തോത്രം. എന്റെ ദൈവമേ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാനിടയായി, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ളവനാണ്. പത്രോസിലൂടെ ദൈവം പറഞ്ഞു, ഇവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ല എന്ന്. അവൻ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മൾക്ക് ബോധം വരുത്തുന്നവനാണ്. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് പാപമില്ലാതിരുന്നപ്പോൾ പാപം നമുക്ക് വേണ്ടി യാഗമായി നമ്മുടെ എല്ലാം പാപങ്ങളെ ചുമന്നവൻ. അതുപോലെ തന്നെ യേശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1-2 വാക്യത്തിലൂടെ, എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവർത്തിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. കർത്താവേ സ്തോത്രം. ഈശായുടെ കുറ്റിയിൽ നിന്ന് തന്നെ ഒരു മുള ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ആ യേശുവെന്ന പ്രചരിച്ചു. കർത്താവേ സ്തോത്രം അപ്പാ സ്തോത്രം. കർത്താവേ സ്തോത്രം. അത് കർത്താവെ ഞങ്ങളെയൊക്കെ രക്ഷിപ്പാൻ എന്റെ പൊന്നേശു മരിച്ച് കാൽവരിയിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഉയർത്തെഴുന്നേറ്റ് ആ ക്രിസ്തുവിനെ ഞങ്ങൾ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവെ സ്തോത്രം. അപ്പസ്തോല പ്രവൃത്തി 13:23 ഇങ്ങനെ പറയാനിടയായി, അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്നൊരു രക്ഷിതാവിനെ കൊടുത്തു.
യെസ് കർത്താവെ, ഞങ്ങൾക്ക് ആ രക്ഷ തന്നത് കൊണ്ടാണ് കർത്താവെ ഇന്ന് ഞാനും കർത്താവെ ഞങ്ങളെല്ലാവരും കർത്താവെ ഈ പ്രയർ ലൈനിലുള്ള എല്ലാ മക്കളും കർത്താവെ അങ്ങയുടെ വചനം കേട്ട് കർത്താവെ ദുഷ്ടനായവൻ ഞങ്ങളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലൂടെ കർത്താവെ ഞങ്ങളെ ഓരോ ദിവസം ബലപ്പെടുത്തി ഞങ്ങൾ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കി കർത്താവെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവെ ആ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ യാഗമായി തീർന്ന ആ യേശുവിനെ ആയിരിക്കാനില്ലാതെ സ്വയമേ കർത്താവെ നിന്ന് വേദനിച്ചപ്പോൾ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ ആ ജീവനെ വിട്ടപ്പോൾ കർത്താവെ സ്തോത്രം. കർത്താവെ ആരുമല്ല കർത്താവെ, വെറും ഭാവിയായി എന്നെ രക്ഷിപ്പാനാണല്ലോ എന്റെ യേശുമായി തീർന്നത്. കർത്താവെ അടിയങ്ങളെ ഓരോരുത്തരെ താഴ്ത്തുന്ന കർത്താവെ സ്തോത്രം സ്തോത്രം. കർത്താവെ അങ്ങനെ ഒരു വിശുദ്ധ കരുണയെ ഞങ്ങൾക്ക് തന്നതിനാൽ യേശുത്തിൽ മനുഷ്യന്റെ രൂപമെടുത്ത കർത്താവെ അങ്ങൊരു ദാസനായി കർത്താവെ ഈ ലോകത്തിലേക്ക് വന്നല്ലോ കർത്താവെ സ്തോത്രം. കർത്താവിനായി ഞങ്ങളെ കർത്താവെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഓരോരുത്തരെ താഴ്ത്തുന്ന കർത്താവെ സ്തോത്രം. ആ കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കുവാൻ കർത്താവെ ആ ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാൻ കർത്താവിനെ ആക്കണം ദൈവമേ. കർത്താവെ ഞങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന ദൈവം ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന കർത്താവെ അതിനെ കൂടുതലായി ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകർക്ക് കർത്താവെ വചനം പറഞ്ഞു കൊടുക്കുവാൻ, അനേകരെ കർത്താവെ പാപത്തിൽ നിന്ന് കർത്താവെ മോചിച്ചെടുക്കുവാൻ കർത്താവെ സ്തോത്രം. അപ്പ അവർക്ക് കർത്താവെ ഹല്ലേലൂയ കർത്താവെ പാപത്തെ കുറിച്ച് ന്യായവിധിയെ കുറിച്ചും കർത്താവെ പറഞ്ഞു കൊടുക്കുവാനൊക്കെ കർത്താവെ നീ അങ്ങനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. അപ്പ ഈ ഫെയർ ലൈനിലുള്ള എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. കർത്താവിനെ ആരാധനയ്ക്കുള്ള സമയമാണല്ലോ കർത്താവെ സ്തോത്രം. ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശുവിനെ നമ്മൾക്കൊന്ന് ഓർക്കാം. നമ്മൾക്ക് വേണ്ടിയായി യാഗമായി തീർന്ന ദൈവം. നമുക്ക് വേണ്ടി ആരും മരിക്കത്തില്ല, നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാൻ, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മുടെ ദൈവം ചെയ്തതുപോലെ ആർക്കും വേണ്ടി പകരക്കാരാനാകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ദൈവം മാത്രമേ നമുക്ക് വേണ്ടി മരിച്ചുള്ളൂ. ആ ദൈവത്തിനെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പച്ചാ സ്തോത്രം. അടിയനെ താഴ്ത്തുന്ന കർത്താവെ അടിയന്റെ കുറവശങ്ങളെ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. സ്തോത്രം കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ പോലെ അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് വിളി കേൾക്കുവാൻ കർത്താവെ അങ്ങേക്ക് വേണ്ടി ഫലം കായ്ക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. അപ്പ ഇനി ആരാധന ലീഡ് ചെയ്യാൻ പോകുന്ന സിൽവി സിസ്റ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ മകളെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, കൃപയാൽ പുതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അപ്പ സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന ഓരോ മക്കൾക്കും അതൊരു വിടുതലായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങളുടെ ദേവദാസന്മാരെ എല്ലാം അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ കർത്താവെ ദൈവമേ നീ പറഞ്ഞതുപോലെ ഈ ചായയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും കർത്താവെ. ഞങ്ങളുടെ സന്തതികളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങയുടെ വചനവുമായി നിൽക്കുന്ന മക്കളായി തീരുവാൻ കർത്താവെ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകത്തിൽ ആരും കൈവിടപ്പെട്ടു പോകല്ലേ. അപ്പാ സ്തോത്രം. അപ്പാ സ്തോത്രം. സിൽവീസിനെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മകളെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, കൃപയാൽ പുതിയണം. ദേവദാസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തമ്പുരാന്റെ നാമത്തിൽ എന്റെ പൊന്നേശ്വരത്തിൽ കേട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാ മഹത്വം എന്റെ പൊന്നേശ്വരത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ആരാധിക്കാൻ തുടങ്ങാൻ പോവാ. നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത് നമ്മളുടെ ആരാധനയുടെ വർഷിപ്പിന്റെ എക്സ്പ്രഷനാ. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഹല്ലേലൂയ പാടി നമ്മൾ അത് കഴിഞ്ഞ് ദൈവത്തിനെ സ്തുതിച്ച് ആരാധിക്കാം. Hallelujah.